Praise the Lord. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസം നാം ദൈവസന്നിധിയോട് അടുത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവസന്നിധിയോട് അടുത്തു വന്ന് കർത്താവിന്റെ സന്നിധിയിൽ വേറിട്ടിരുന്ന് ആശ്വാസം പ്രാപിപ്പാൻ, ദൈവജനത്തിന്റെ ആലോചന കൈക്കൊള്ളുക, ദൈവിക സഹിത്വവും കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ഈ അവസരം സഹോദരങ്ങൾ ഒരു പാട്ട് കൂടെ പാടുന്ന സമയം സ്തോത്ര വഴിപാട് ശരി. ദൈവവേല വിവിധ പട്ടണങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ താൻ കടന്നുപോയി ദൈവം തന്നെ ഏൽപ്പിച്ച വേല നിവർത്തിച്ചു വരികയാണ്. ഗൂഗിൾ മിനിസ്ട്രീസ് എന്ന് പറയുന്ന പേരിൽ താന് ഒരു പ്രവർത്തനം ഇന്നത്തെ യങ് ജനറേഷന് വേണ്ടി, ഗൂഗിൾ ജനറേഷന് വേണ്ടി താൻ രൂപം കൊടുക്കുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ താൻ പ്രവർത്തിച്ചു വരികയാണ്. വിവിധ നിലകളിൽ താന് നല്ല ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ 1-2 പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകം ഇവിടെ അതിന്റെ 10-20 കോപ്പി ഉണ്ട്. ഇംഗ്ലീഷിലാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. പുസ്തകത്തിന്റെ തലക്കെട്ട് സ്ട്രെയിറ്റ് ടോക്ക്, contemporary events, wrapped essays on what the Bible has to say about matters of sex, love, marriage plus a lot more for the Google generation. മനോഹരമായ ഒരു പുസ്തകമാണ്. ഇംഗ്ലീഷിലാണ്. താല്പര്യമുള്ളവർക്ക് ലവ്, സെക്സ്, മാരേജ്, പിന്നെ പല വിഷയങ്ങളെ, കണ്ടംപററിയായ ഒത്തിരി വിഷയങ്ങളെ അധികരിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. മറ്റൊരു പുസ്തകം കൂടെയുണ്ട്. അത് ഇവിടെ ഇപ്പോൾ ലഭ്യമല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പ്രസംഗിച്ച ചില സന്ദേശങ്ങളുടെ ഓഡിയോ വീഡിയോ കാസറ്റ്, അതും ഇംഗ്ലീഷ് മലയാളം സന്ദേശം രണ്ടോട് ഉൾക്കൊണ്ടത് ഇവിടെയുണ്ട്. ഇന്നും നാളെയും അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം തന്റെ എഞ്ചിനീയറിംഗ് പഠനമെല്ലാം പൂർത്തീകരിച്ച് 1 വർഷം താൻ ജോലി ചെയ്തു. അതിനുശേഷം സദനേഷ്യ ബൈബിൾ കോളേജിൽ പോയി തന്റെ മാസ്റ്റർ ബിരുദം തിയോളജിയിലെടുത്തു. പിന്നെ യുവജനങ്ങളുടെ ഇടയിൽ താൻ പ്രവർത്തിച്ചു വരികയാണ്. ഹൈടെക് ജനറേഷന്റെ നടുവിലാണ്. വലിയ കമ്പനികളുടെ ഒക്കെ നിലവാരത്തിൽ അങ്ങനെയുള്ള ജനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. വളരെ ലാളിത്യമുള്ള ഒരു സഹോദരനാണ്. വളരെ ലാളിത്യമുള്ള, വളരെ വിനയമുള്ള, ഹമ്പിളായ ഒരു ദൈവത്തിന്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിലെ ഡോക്ടറൽ പ്രോഗ്രാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അദ്ദേഹം എനിക്ക് വളരെ സഹായമായ, ഹെൽപ്ഫുള്ളായ ഒരു ബ്രദറാണ്. എൻ്റെ പേപ്പേഴ്സൊക്കെ തയ്യാറാക്കുന്നതിൽ ഞാൻ അദ്ദേഹത്തോട് ചിലപ്പോഴൊക്കെ സഹായങ്ങൾ അത് ചോദിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് ടൈപ്പ് ചെയ്ത് തരും. പല കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് നമ്മുടെ മധ്യ ആയിരിക്കാൻ, ഇന്ന് നാളെയുമായിരിക്കാൻ ദൈവം തന്റെ ദാസനെ നമ്മുടെ മധ്യ അയച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. It is such a joy to introduce Pastor Duke Jairaj all the way from Hyderabad. God has sent His servant among us, in the midst of us.
with a purpose, and I am quite sure and confident that the Lord is going to bless us immensely, and the Lord is going to outpour His blessings upon each of us. And I exhort you, we must secure the best possible result out of it. We should not waste God's blessing as the servant of the Lord going to minister among us. He is a fellow doctor of ministry participant of mine. He's a very good friend of mine. He has been, in fact, he is a great help in my doctoral program. And I thank God for his life and his ministry, his family. Our youth wing has been encouraged some years back when he came for our youth camp in Wayanad. Thank God for his ministry. God has given him some special gifts in writing books. He is publishing a journal. I don't know what is the title. The Days of You. The Days of You. The Days of Your Youth. That is the title of that journal. And he is been using by God in various ways. May God take all the glory what he is doing through his life. And I thank God for his life and his ministry. As he's going to share among us, let us give him a big applause and welcome him to our midst. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം. പാസ്റ്റർ ടി.സി. വർഗീസ് നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം നമ്മുടെ സെക്ഷൻ പ്രസിഡന്റാണ്. കർത്താവിന്റെ ദാസനെ പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അദ്ദേഹം ഇംഗ്ലീഷിലായിരിക്കും സന്ദേശം നൽകുന്നത്. അദ്ദേഹത്തിന്റെ സന്ദേശം ഇവിടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ആയിരിക്കും. ഹലോ. I praise God for this wonderful opportunity I have to stand before you all. നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ, നിങ്ങളുടെ മുൻപാകെ എല്ലാവരുടെയും മുൻപാകെ നിൽക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരം വലിയതായി ഞാൻ കാണുകയാണ്. I am deeply humbled by the gracious words that your pastor, the General Superintendent of the Assemblies of God for all of South India, had to share about me, a little boy, a little lad. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ, നിങ്ങളുടെ പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളുടെ മുൻപിൽ ഞാൻ വിനയാന്വിതനാവുകയാണ്. In my spiritual walk, it has been my joy to work under several leaders. എന്റെ ആത്മീക യാത്രയിൽ അനേക ആത്മീക നേതാക്കളോട് ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. But I place your pastor right at the top as the one of the leaders or the leader. I have enjoyed being around, working under, loving him, being encouraged by him. നിങ്ങളുടെ പാസ്റ്ററെ ഞാൻ ആ നേതൃത്വത്തിന്റെ നിരയിൽ ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്റെ സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ തമ്മിലുള്ള സ്നേഹം ഇവയൊക്കെ എടുത്തു പറയത്തക്കതാണ്. So I praise God for him, and let's go to God's word without wasting any more time. And shall we close our eyes and pray and ask God to speak to us? ആ വാക്കുകളോടുകൂടെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടുതൽ സമയം ആ നിലയിൽ വിനിയോഗിക്കാനില്ലല്ലോ. ദൈവവചനം കേൾക്കേണ്ടതിനായി പ്രാർത്ഥനാപൂർവം ദൈവം മുമ്പാകെ നമ്മുടെ ശിരസ് നമുക്ക് നമിക്കാം. Gracious Heavenly Father, കരുണയുള്ള ഞങ്ങളുടെ പ്രിയ കർത്താവേ, I come to you in Jesus' name. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ വരുന്നു. We thank you, Lord, for this body of Christ in the city of Calicut. കോഴിക്കോടുള്ള ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. We thank you, Lord, for Pastor V.T. Abraham's leadership for this church. ഈ ദൈവസഭയ്ക്കുള്ള ദൈവദാസന്റെ നേതൃത്വത്തിനായും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. Even as I preach your word to encourage them, to build them, to
revive them, I pray. Your Holy Spirit will help me. പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ ജനത്തെ ഒരു വലിയ ഉണർവിലേക്ക് നയിക്കുവാൻ അവിടുത്തെ ആത്മാവ് ഇന്ന് പകൽക്കാലം സംഗതി വരുത്തണം. I pray, Lord, at the end of this message that every soul and heart here, Lord, will draw one more step closer to you and will keep going on without giving up. ആരും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ കേൾക്കുന്ന സന്ദേശത്തിന് അനുസൃതമായി ഒരു പടി കൂടെ കർത്താവിനോട് ചേർന്ന് വരുവാൻ അങ്ങ് സംഗതി വരുത്തണമേ. In Jesus Christ's name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. Amen. Now, all of us perhaps have heard about the great American business leader called Steve Jobs. അമേരിക്കയിലെ ഒരു വലിയ ബിസിനസ് സമ്രാട്ടായ സ്റ്റീവ് ജോബ്സ് എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിരിക്കും. He founded a company called Apple. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി. Not the apple you get in the market. മാർക്കറ്റിൽ ചന്തയിൽ നാം വിലയ്ക്ക് മേടിക്കുന്ന മധുരമുള്ള ആപ്പിൾ അല്ല. But the company which produces gadgets like I hold in my call the iPad and several other gadgets which makes life easy for young people like me. iPad തുടങ്ങിയ അനേക ആധുനികമായ സംവിധാനങ്ങൾ രൂപം കൊടുത്തിട്ടുള്ള ഇന്നത്തെ തലമുറയ്ക്ക് എന്നെ പോലെയുള്ളവർക്കും ഒത്തിരി പ്രയോജനം വരുന്ന കാര്യങ്ങളെ അത് ബിസിനസ് ചെയ്യുന്ന സമ്രാട്ടാണ് ആപ്പിളിൻ സ്ഥാപനത്തിന്റെ തലവനായ സ്റ്റീവ്. At one time he was talking about this company which is worth several billions of dollars. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കമ്പനി അനേക കോടിക്കണക്കിന് ഡോളറുകൾ ലാഭമുണ്ടാക്കുന്ന ആ കമ്പനിയെ കുറിച്ച് താൻ വളരെ വാചാലമായി പറയുകയുണ്ടായി. He said Apple has got tremendous assets. അദ്ദേഹം പറഞ്ഞു ആപ്പിളിന് അനേക ഇടങ്ങളിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ I believe without some attention the company could I'm searching for the right word, the company can die if we don't pay attention. എന്നാൽ പ്രത്യേക ശ്രദ്ധ നൽകാത്ത പക്ഷം ഈ കമ്പനി അത് ഇല്ലാതെയാകുവാൻ അത് ചത്തുപോകുവാനിടയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. What Steve Jobs spoke about Apple is true about your spiritual life and my spiritual life. സ്റ്റീവ് ആപ്പിൾ എന്ന കമ്പനിയെ കുറിച്ച് പറഞ്ഞ പരാമർശം അതിന് മാത്രം ബാധകമല്ല. നാം ജീവിതത്തിൽ ചില കാര്യങ്ങളിലേക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ നാമും ആത്മീകമായി മൃതരായി പോകുവാൻ, ചത്തുപോകുവാൻ, ഇല്ലാതെ വരുവാൻ സാധ്യതയുണ്ട്. Without constant attention, without careful attention, our spiritual lives can die. ആത്മീകമായ നല്ല ജീവിതത്തിൽ നാം വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ ഞാനും നിങ്ങളും ആത്മീകമായി മരിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. So this message I preach with a burden to encourage you to go forward in your spiritual life so that your zeal for the Lord will not die. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ താല്പര്യത്തോടെ ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് പിന്നിലുള്ള കാരണം ഉദ്ദേശം എന്നുള്ളത് നാം ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീക യാത്രയിൽ ഞാനും നിങ്ങളും വഴിമധ്യേ പട്ടുപോകാതിരിപ്പാൻ ഈ വചനം ശ്രദ്ധയോടെ കൈക്കൊള്ളണം എന്ന ലക്ഷ്യത്തിലാണ്. Now before I go into God's word and open the scriptures to you, I want to tell you a story of a great man of God whom I look up to even till date. ഞാൻ ഇന്ന് വരെ ദൈവസന്നിധിയിൽ വലിയതായി കാണുന്ന ഒരു ദൈവ മനുഷ്യനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടർന്ന് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിലേക്ക് ശ്രദ്ധ തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. This man is close to 90 years of age now. ഇപ്പോൾ ആ ദൈവദാസന് 90 വയസ്സോളം പ്രായമുണ്ട്. Several years ago when he was still a teenager, God began a work in him. അദ്ദേഹം ഒരു കൗമാര പ്രായക്കാരനായിരുന്നപ്പോൾ ദൈവം തന്നിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ ആരംഭിച്ചു. But by the grace of God and through some careful attention, this man of God has able to go forward without that spiritual fire dying down in his life.
ഒരു സമയം വന്നപ്പോൾ ആ ദൈവിക ആ പരിശുദ്ധാത്മാവിന്റെ ആ അഗ്നി തന്നില് വേണ്ടത്ര അത് പ്രോജ്വലിക്കാതിരുന്നത് നിമിത്തം താൻ ആത്മികമായി ക്ഷീണിച്ചു പോയ ഒരു സമയമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ഭാഗത്തെ ഞാൻ ചൂണ്ടിക്കാണിപ്പാൻ അദ്ദേഹം തന്റെ കുടുംബത്തെയും തന്റെ ഭാര്യയും എത്രയധികം സ്നേഹിച്ചു എന്നുള്ള ആ ഭാഗമാണ്. Your practically expressed love for your wife is an accurate barometer, an accurate measurement of your love for God. യൗവനക്കാരൻ നിന്റെ ഭാര്യയെ നീ എത്രത്തോളം സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന്റെ അളവനുസരിച്ചായിരിക്കും ദൈവത്തോടുമുള്ള നിന്റെ സ്നേഹം. And the man I'm talking about is Billy Graham, and Billy Graham's love for his wife kept growing and growing and growing. ബില്ലി ഗ്രഹാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബില്ലി ഗ്രഹാമിന് തന്റെ ഭാര്യയോടുണ്ടായിരുന്ന സ്നേഹം, തന്റെ യൗവനത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം അത് നാൾക്ക് നാൾ വളർന്നു വരുവാനിടയായി. His last stadium crusade was in New York City's Flushing Meadows in the year 2005. 2005 ഫ്ലഷിംഗ് മെഡോയിൽ വെച്ച് താൻ നടത്തിയ സുവിശേഷ പ്രസംഗത്തിൽ he said after 2 years after the last crusade, he said, I didn't expect my wife to pass away. She passed away in 2007. Within 2 years of his last stadium crusade, his wife passed away. 2007 ആ ദേവദാസന്റെ ഭാര്യ മരിച്ചു പോകുവാനിടയായി തീർന്നു. He said, I never expected that to happen. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ അത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. And he's not, I will always go ahead before her. എന്റെ ഭാര്യയ്ക്ക് മുന്നമേ ഞാൻ മരിച്ചു പോകുമെന്നായിരുന്നു എനിക്ക് തോന്നിയത്. He said in his book, latest book called Nearing Home, he says, I never contemplated living this life without my wife Ruth. അദ്ദേഹം Nearing Home എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭാര്യ ഞാൻ ജീവിച്ചിരിക്കെ എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ ഒരു നിമിഷം പോലും ചിന്തിച്ചിരുന്നില്ല. This man endured his love for his wife. അദ്ദേഹത്തിന് തന്റെ ഭാര്യയോടുണ്ടായിരുന്ന സ്നേഹം അവസാനം വരെ ഒരുപോലെ പിടിച്ചുകൊള്ളുവാൻ തനിക്ക് കഴിഞ്ഞു. He met her when he was still in college. One day he was lifting some luggage from an old lady's home and putting it on the truck so that he can drive the truck, so that the household things could be transported. That's when he first met his wife in sweaty clothes. He met his wife in the college. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തന്റെ ഭാര്യയായിത്തീരുന്ന ആ സ്ത്രീയെ താൻ ആദ്യമായി കാണുന്നത്. തന്റെ ഹോസ്റ്റലിൽ നിന്ന് തന്റെ വസ്തുവകകളൊക്കെ ഒരു ട്രക്കിൽ കയറ്റുന്ന സമയം. From that day, ആ ദിവസം മുതൽ till the day she died, അവൾ മരിക്കുന്നത് വരെ, and after she died as well, അവൾ മരിച്ചതിന് ശേഷം he loved her. ബില്ലി ഗ്രഹാം തന്റെ ഭാര്യ അത്രയ്ക്ക് സ്നേഹിച്ചു. He endured in the spiritual discipline of loving your own spouse. ആത്മീകമായ ശിക്ഷണത്തിൽ ദൈവവചനത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തന്റെ ഭാര്യയെ ഒടുവോളം താൻ തീവ്രമായി സ്നേഹിച്ചു. So in this message I want to emphasize that God wants you to endure in the good spiritual disciplines that you already have in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് പാലിക്കുന്ന ആത്മീക ആ ശിക്ഷണം ഒടുവോളം നിലനിന്ന് പോരണം എന്നുള്ളതിനെ കുറിച്ച് ഊന്നി പറയുവാനാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ ആഗ്രഹിക്കുന്നത്. Don't let that die down. ആ തീഷ്ണത, ആത്മീക തീഷ്ണത എന്നിലും നിങ്ങളിലും കുറഞ്ഞു പോകരുത്. Don't give up. ഒരിക്കലും നാം ഒരിക്കലും പിന്മാറരുത്. Why should we not give up? എന്തുകൊണ്ട് നാം പിന്മാറരുത്? First of all, God the Father does not give up. ഒന്നാമതായിട്ട് ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. The Bible says, ബൈബിൾ പറയുന്നു in Hosea chapter 11, ഹോശേയ പ്രവചനം 11-ാം അധ്യായം and verses 8, അതിന്റെ 8-ാം വാക്യം, how can I give you up, Ephraim? എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ മറന്നു കളയും? How can I hand you over, Israel? ഹോശേയ പ്രവചനം 11:8. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും?
വിട്ടുകൊടുക്കും? ഇസ്രായേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ ആത്മയെ പോലെ ആക്കും? Here God says, I will not give you up, Ephraim. എഫ്രൈമെ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ദൈവം ചോദിക്കുകയാണ്. Ephraim is another word for the northern part of Israel. എഫ്രൈം എന്നത് ഇസ്രായേലിന് ദൈവം കൊടുത്ത മറ്റൊരു പേരാണ്. He says, I will not give you up. ഞാൻ നിന്നെ എങ്ങനെയാണ് വിട്ടുകൊടുക്കുന്നത്? I will not treat you like Atma. ആത്മയെ പോലെ ഞാൻ നിന്നെ എങ്ങനെയാ വിട്ടുകൊടുക്കുന്നത്? I will not treat you like Zeboim. സബൂലിനെ പോലെ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? What is that? Now, what are these two cities? Atma and Zeboim. What are they? Atma and Zeboim. What are these cities? ആത്മയും സബോയും ഈ പട്ടണം എന്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? There were two cities on the plain near the southern end of the Dead Sea. ചാവുകടലിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന രണ്ട് പട്ടണങ്ങളാണത്. And God rained fire on these cities. ദൈവം തന്റെ കോപത്തിന്റെ തീ ഇറക്കി ആ പട്ടണങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. Just like He rained fire on Sodom and Gomorrah, God rained fire on Admah and Zeboim. If we read the Bible, we understand that. സോദോമിലും ഗോമോറയിലും തീയും ഗന്ധകവും ഇറങ്ങി ആ പട്ടണം നശിപ്പിക്കപ്പെട്ടതുപോലെ ആത്മയും സബോയും എന്ന പട്ടണങ്ങളും നശിപ്പിക്കപ്പെട്ടു. But God says, Ephraim, I will not treat you like Admah and Zeboim. ദൈവം പറയുക, ആ എഫ്രൈമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും ന്യായവിധിക്ക്? ആത്മയെ പോലെ സബോയമിനെ പോലെ ഞാൻ നിന്നെ എങ്ങനെ I വിട്ടുകൊടുക്കും? will still love you. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. I will not give you up. ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല, വിട്ടുകൊടുക്കുകയില്ല. This is from the book of Hosea. This is from the book of Hosea. ഇത് ഹോശിയ പ്രവചനത്തിൽ നിന്ന്. What is happening there? അവിടെ എന്താണ് സംഭവിക്കുന്നത്? Hosea's wife Gomer is going to the red light area. ഹോശിയായുടെ ഭാര്യ ഹോശിയായെ വിട്ടിട്ട് പരസംഗത്തിനായി ചുവന്ന തെരുവിലേക്ക് പോയിരിക്കും. But even then Hosea loves her. എന്നിട്ടും ഹോശിയ അവളെ സ്നേഹിക്കുകയാണ്. The fact she went to the red light area did not put a red light on his love for his wife. He still loved her. ഹോശിയായുടെ ഭാര്യ ഹോശിയായെ വിട്ടിട്ട് പരസംഗത്തിനായി ചുവന്ന തെരുവിൽ എന്നതുപോലെ പോയപ്പോഴും അവന്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹത്തെ അവൻ ഉപേക്ഷിച്ചു കളഞ്ഞില്ല. So in the same way, God loves you. God loves Israel. Even though Israel is plagued with sin, God does not give up on His love for Israel. ഹോശിയ തന്റെ ഭാര്യയെ ഈ കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടും സ്നേഹിച്ചതുപോലെ ദൈവം ഇസ്രായേൽ ജനം പലവരും അവർ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോഴും ദൈവത്തിന്റെ സ്നേഹം അവരെ പിന്തുടരുന്നതായി കാണുവാൻ കഴിയും. The next time you think of giving up in your spiritual life, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീക ജീവിതം വിട്ടുകളയാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾ ഓർക്കണം. you should think about this. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. In spite of my failures, in spite of my sins, the God who made me, God the Father, He loves me. That love does not give up. So I also should not give up. എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെയും പാപങ്ങളുടെയും നടുവിലും പിന്നെയും ദൈവത്തിന്റെ സ്നേഹം എന്നെ പിന്തുടരുകയാണല്ലോ, ദൈവം എന്നെ തള്ളിക്കളയുന്നില്ല എന്നത് കണ്ടറിഞ്ഞ് ഇന്ന് പകൽ നാം ജീവിതത്തിൽ എന്തെല്ലാം വന്നു ഭവിച്ചാലും ആത്മീകതയിൽ നിന്നാണ് പുറകോട്ട് പോകുവാൻ പിന്മാറുവാൻ നമുക്കിടയാകരുത്. That is why you should not give up, because God the Father does not give up. പിതാവായ ദൈവം നമ്മെ വിട്ടുകൊടുക്കുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. ആയതുപോലെ നമ്മുടെ ആത്മീക യാത്രയിൽ നാം ഒരിക്കലും പിന്മാറുവാൻ ഇടവരരുത്. Secondly, why should you not give up? എന്തുകൊണ്ട് നാം പിന്മാറരുത് എന്നുള്ളതിന് രണ്ടാമത്തെ കാരണം, God the Son
give up. തന്റെ പുത്രനായ യേശു നമ്മെ ഉപേക്ഷിച്ച് കളയുന്നില്ല. One of my favorite verses in the Bible comes from Luke chapter 9 and verse 51. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം വിശുദ്ധ ബൈബിളിൽ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളിൽ ഒന്നാണ്. As the time approached for Jesus to be taken up to heaven, he resolutely set out to Jerusalem. അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സ് ഉറച്ചു എന്ന വേദഭാഗമാണ് അവിടെ. He knows he is going to Jerusalem and there he will be crucified. യെരൂശലേമിൽ യേശു ക്രൂശിക്കപ്പെടുമെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. But nevertheless, he still keeps going with courage in his heart. He does not give up. He keeps going there. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. His friend, his disciple Simon Peter will say, Lord, Lord, no, you're not going there. യേശുവിന്റെ ശിഷ്യന്മാരിൽ പത്രോസ് മുതൽ പേർ അവനോട് പറഞ്ഞു, ഗുരു, നീ അവിടേക്ക് പോകരുത്. But Jesus looked at him and said, get thee behind me, Satan. യേശു പത്രോസിനോട് പറഞ്ഞ ഇതാണ്, സാത്താനെ എന്റെ പുറകിൽ പോ എന്ന് അവനോട് പറയുവാനിടയായി. You give up in what God has called you to do, that is because there is a Satan directed attack on you. So Jesus saw that and he said, get thee behind me. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുവാൻ നിങ്ങളെ ഏതെങ്കിലും കാരണങ്ങൾ പ്രേരിപ്പിക്കുന്നെങ്കിൽ നാം ഓർക്കണം, അത് സാധാന്യമാണ്. Only Satan will tell you to give up through flowery words and through loving words and through kind words. ഞാൻ പറയട്ടെ, ചിലപ്പോൾ വളരെ ദയവായ്പോടെ സ്നേഹമുള്ള വാക്കുകളോടെ ആയിരിക്കാം നമ്മെ പിന്തിരിപ്പിക്കുവാനുള്ള പ്രേരണ ബാഹ്യമായി നമുക്കുണ്ടാകുന്നത്. But Jesus kept going towards Jerusalem. He kept marching towards Jerusalem. എന്നാൽ ഈ വക വാക്കുകൾക്കൊന്നും യേശുവിനെ പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിച്ചു. So don't give up in your spiritual life. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പാനുള്ളത്, ആത്മീക യാത്രയിൽ ജീവിതത്തിൽ എന്തെല്ലാം വന്ന് ഭവിച്ചാലും പിന്മാറരുത്, വിട്ടുകൊടുക്കരുത്. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന തരികയാണ്. Hallelujah. The third reason why you should not give up. എന്തുകൊണ്ട് നാം ഉപേക്ഷിക്കരുത്, ആത്മീക യാത്രയിൽ പിന്മാറരുത് എന്നതിന്റെ മൂന്നാമത്തെ കാരണം. The third reason is God's people, we read about in the Bible, they did not give up even though they felt like giving up. പിന്മാറുവാനുള്ള പ്രേരണ ഉണ്ടായിട്ടും അതിന് വശംവദരാകാതിരുന്ന ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. Third reason why you should not give up is God's people, even though they felt like giving up many times, and they were very honest about it, they still did not give up. പിന്മാറുവാനുള്ള എല്ലാ പ്രേരണകളും ഉണ്ടായിട്ടും പിന്മാറുവാൻ മനസ്സ് വെക്കാതിരുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. God told him that he will be a star which all the other stars will worship him through a dream. God told this young man that he will be a star one day, a star, big star. Yeah. And but one day something happened in his life. Joseph. ദൈവം ഒരു യൗവനക്കാരനോട് പറഞ്ഞു, ഒരു നാൾ വരുന്നു അന്ന് നീ നക്ഷത്രത്തെ പോലെ ശോഭിക്കും. But where is he now? എന്നാൽ ഇപ്പോൾ അവൻ എന്തായിരിക്കുന്നു? He is in a prison with rats and all these cockroaches running around him. ദൈവം ഒരു ദിവസം ഈ യൗവനക്കാരന് വലിയ ദർശനം നൽകി, നക്ഷത്രത്തെ പോലെ നീ ശോഭിക്കുമെന്ന്. എന്നാൽ ഇന്ന് അവൻ വന്നെത്തിയിരിക്കുന്നത് ഒരു കാരാഗ്രഹത്തിലാണ്, കുണ്ടറയിലാണ്, ജയിലിലാണ് അവൻ വന്നിരിക്കുന്നത്. As a prince, as a king, as a star, people will kiss his feet. As a king, people will kiss his feet in reverence. ദൈവം അവനോട് പറഞ്ഞു, ഒരു രാജാവിനെ വന്ന് അവന്റെ പാദം മുത്തുന്നത് പോലെ ഒരു നക്ഷത്രത്തെ പോലെ നീ ഒരിക്കൽ ശോഭിക്കുമെന്ന്. You know what happened to him? എന്നാൽ ആ യുവാവിന് എന്താണ് സംഭവിച്ചത്? In
Psalm 105 and verse 17 onwards? 105-ാം സങ്കീർത്തനം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ The Bible says his feet were hurt with fetters. His feet were hurt with these heavy rusty chains that tied around it because he was a prisoner in the jail in Egypt. His feet, വായിക്കുന്നത് ആ യോസേഫിന് ഇതാ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. ആരാണ് അവനോട് പറഞ്ഞത്, ഒരു ദിവസം നീ രാജാവിനെ പോലെ നീ ആയിത്തീരുന്ന സമയമുണ്ട്, നക്ഷത്രത്തെ പോലെ നീ ശോഭിക്കുന്ന ദിനമുണ്ട് എന്നവനോട് ആരാണ് പറഞ്ഞത്? ആ വാക്കുകളൊക്കെ അവൻ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അവന് വന്നു ഭവിച്ചിരിക്കുന്നത് എന്താ? അവന്റെ കാലുകൾ ഇരുമ്പ് വിലങ്ങുകൊണ്ടും ചങ്ങല കൊണ്ടും ബന്ധിച്ച് ജയിലിൽ ഒരു തടവുപുള്ളിയായി അവൻ മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും യോസേഫ് ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. Next phrase in the same verse says, until what God has said came to pass. Until what he has said came to pass, the word of the Lord tested him. The word of the Lord tested him, and he did not give up. അതിന്റെ തലേവാക്യത്തിൽ നിന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ വചനം നിവർത്തിയാവുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവൻ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. Until what God told about him came to fulfillment, Joseph did not give up. യഹോവയുടെ വചനം നിവർത്തിയാകുന്നത് വരെ അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം യോസേഫ് ആ ദൈവിക ദർശനത്തിൽ നിന്ന് പിന്മാറിയില്ല. ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് അവൻ മാറി നിന്നില്ല. He inspires you not to give up. അവൻ ഇന്ന് പകൽക്കാലം നാമും പിന്മാറരുത്. Here was this great man of God. ഒരു വലിയ ദൈവമനുഷ്യൻ. He has done a miracle. Fire from heaven has come down. ആ ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ താൻ പ്രാർത്ഥിക്കയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന സമയം Several false prophets died. അനേക വ്യാജ പ്രവാചകന്മാരുടെ അന്ത്യം കുറിക്കപ്പെട്ട നാളുകളുമായിരുന്നു അത്. A queen who did not know the true God issues a warning to him. ആ ജീവനുള്ള ദൈവത്തെ അറിയാത്തവരുടെ മുൻപിൽ അവൻ ഒരു ഭയഹേതുവായിരുന്നു. And what does he do? എന്താണ് ഏലിയാവ് ചെയ്തത്? The Bible says, speaking about Elijah in 1 Kings chapter 19 and verse 4. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. He went a day's journey into the wilderness and came and sat down under a broom tree, and he asked that he might die. He said, "It is enough, Lord. It is enough now, O Lord. Take away my life, for I am no better than my forefathers." അവൻ താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. You know, very often you will not say I give up, but you will use another phrase. പലപ്പോഴും ഞാൻ ദൈവമേ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണെന്ന് നാം പറയാതെ അതിന് മറ്റൊരു പേര് നാം പറയാറ്. You know what is the other phrase? അതിന് പകരം നാം ഉപയോഗിക്കുന്ന വാക്യം നമ്മൾ പറയും, കർത്താവേ എനിക്ക് മരിച്ചാൽ മതി. That is another way of saying I want to give up. ഞാൻ പിന്മാറുകയാണെന്ന് പറയുന്നതിന് പകരമുള്ള ഒരു വാക്കാണ്. Because only God has a right to decide which day you die. നാം മരിക്കേണ്ടത് ഏത് ദിവസമാണെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. You don't decide that. അതും തീരുമാനിക്കുന്നത് നാമല്ല. But if you say in frustration and in depression, if you say I want to die, you are other words saying I want to give up. ആ നമ്മുടെ ജീവിതത്തിലെ നിരാശകളുടെയും മാനസിക ക്ലേശങ്ങളുടെയും നടുവിൽ നമ്മൾ മതി എന്ന് വയ്ക്കുവാൻ തയ്യാറാകുന്നത് മരിക്കാൻ പോകുന്നത്, ദൈവമേ ഞാൻ മരിച്ചാൽ മതി എന്ന് പറയുന്നത് നാം മതി എന്ന് വെക്കുന്നതിന് തുല്യമാണ്. But God did
തയ്യാറായി. മോശ സകലവും മതിയാക്കുവാൻ തയ്യാറായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അതിന് തുനിഞ്ഞില്ല. അവൻ ദൈവിക ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകുവാൻ അവൻ തയ്യാറായി. Moses' life in Numbers chapter 11. സംഖ്യാപുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ The people complained. The people were complaining against him. The people in the wilderness were complaining. ആളുകൾ മോശയ്ക്കെതിരെ അവിടെ പരാതി പറയുന്നതായി നമുക്ക് The Lord heard the complaint. The Lord heard the complaint. Numbers chapter 11. ദൈവം മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നവരുടെ പരാതി ദൈവം കേട്ടു. And fire consumed some of them. വായിക്കുന്ന അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പിറുപിറുത്തു. യഹോവ കേട്ടു, അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി. And Moses prayed for them. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. The fire died down. അപ്പോൾ തീ കെട്ടുപോയി. So Moses thinks, one problem is over now. അവൻ മോശ ചിന്തിച്ചു, ഇതുകൊണ്ട് കാര്യമെല്ലാം തീർന്നു. The beauty of problem is when you think your problem is over, that's when more problems will come. നമ്മുടെ പ്രശ്നമെല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴാ ഓർക്കണം കൂടുതൽ പ്രശ്നം വരാൻ പോകും. That's the beauty of problems. അതാണ് പ്രശ്നങ്ങളുടെ സൗന്ദര്യം എന്ന് When you think the problem is over, that's when more problems come. ഞാനും നിങ്ങളും ആത്മീക ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമെല്ലാം തീർന്നു എന്ന് തോന്നുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നം. തീയിറങ്ങി മോശ പ്രാർത്ഥിച്ചു, തീ അടക്കെട്ടുപോയി. എന്നാൽ പ്രശ്നം അതുകൊണ്ട് തീർന്നില്ല. പ്രശ്നം കൂടുതൽ വർദ്ധിക്കുകയാണ്. 5-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ജനം വീണ്ടും പിറുപിറുക്കാൻ തുടങ്ങി. നോക്കുക, പരാതി പറഞ്ഞു പിറുപിറുത്തവരുടെ ഇടയിലേക്ക് ദൈവം തീ അയച്ചത് അല്പം മുമ്പെയാണ്. ദൈവത്തിന്റെ ക്രോധത്തിന്റെ തീയിൽ നിന്നുയർന്ന പുക, അതിന്റെ മണം ഇപ്പോഴും അവരെ വിട്ടുമാറിയിട്ടില്ല. ആ പുക ഇതുവരെ പൂർണ്ണമായി മാറിപ്പോയില്ല. എന്നിട്ടും അവർ ഇപ്പോഴും ദൈവസന്നിധിയിൽ പിറുപിറുക്കുകയാണ്. മിസ്രൈമിൽ ഞങ്ങൾക്ക് മത്സ്യം ലഭിച്ചിരുന്നു, മത്തങ്ങ, വെള്ളരിക്ക, കക്കിരി ഒക്കെ ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞവർ പിറുപിറുക്കി. Moses heard the people. Each man comes out of his tent and he's crying not because somebody died, crying because there is no fish. വാക്യമേതാ? Verse 10. അതിന്റെ 10-ാം വാക്യം സിസ്റ്റർ വായിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ല. അതാണ് ചെറുടെ ശബ്ദത്തിൽ. ജനം കുടുംബാംഗമായി ഓരോരുത്തൻ താന്റെ കൂടാരവാതിൽക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. They are crying not because their firstborn died. They are crying because they don't have fish to eat and leeks and garlics and cucumbers to eat in the front of their tents. They're crying. They're crying because they don't have food to eat. അവർ കരയുകയാണ്, അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. So Moses, God is again, going to kill them. God's judgment is going to come again. അവർക്ക് മത്സ്യം ലഭിക്കുന്നില്ല, അവരാഗ്രഹിച്ച ഭക്ഷണം മരുഭൂമിയിൽ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവർ പിറുപിറുത്തപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. But what does Moses tell God? മോശ അവിടെ ചെയ്തത് എന്താ? Shall we read what Moses tells God in Numbers chapter 11 to 15? സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്നോട് പറഞ്ഞു.
verse 15, Moses says, Lord, these people are too much. Kill me and take my life. 15 വാക്യത്തിൽ വായിക്കുന്നു, ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ എന്ന് പറഞ്ഞ് അവൻ മതി എന്ന് പറയുന്നത് കേൾക്കുവാൻ കഴിയും. Moses, the leader, wants to give up because he is not able to handle the people. മോശ എന്ന വലിയ ജനനായകൻ ഇസ്രായേൽ ജനത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവൻ ദൈവത്തോട് നിലവിളിച്ചു മതി എന്ന് പറഞ്ഞ് ദയ വിചാരിച്ച് എന്റെ ജീവനെ എടുത്തു കളയണമേ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്. As a mother, you are not able to handle your teenage daughter, and God, you tell God, Lord, take away my life. I don't want to see my daughter behaving that way. മാതാവേ, നിന്റെ കൗമാരപ്രായമുള്ള നിന്റെ മകൾ അവളുടെ ജീവിതത്തിലെ ചില വഴികേടുകൾ നിമിത്തം എനിക്ക് മകളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല കർത്താവേ, എന്റെ പ്രാണനെ എടുത്തു കളയണമേ എന്ന് പറയുന്നവർ. As a father, when you see your rebellious son, you say, Lord, take away my life. I don't want to see my son waste his life and drink alcohol and smoke and take drugs and go the wrong way. മത്സരിയായ മകൻ, കൗമാരപ്രായക്കാരനായ മകന്റെ ജീവിതത്തിന്റെ വഴികേടുകളെ കണ്ട് മനസ്സ് ഭാരപ്പെട്ട് മതി കർത്താവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് കരയുന്ന പിതാക്കന്മാരില്ലേ? God says, don't give up. എന്ന് പകൽ എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സന്ദേശം, That's what he did. എന്തു വന്നാലും വിശ്വാസമാർഗം വിട്ടുപോകരുത്, മതിയാക്കരുത്, ഉപേക്ഷിക്കരുത്, പിന്മാറരുത്. That's what God told Moses. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. That's what God told Moses. അതാണ് ദൈവം മോശയോട് പറഞ്ഞത്. I will give you 70 people, but you will still be the leader. You should not give up. Keep going. ദൈവം മോശയോട്, മോശ ഇങ്ങനെ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് സഹായമായി 70 ലീഡേഴ്സിനെ കൂടെ ഞാൻ തരാൻ പോവുകയാണ്. എന്നാൽ അവർക്കെല്ലാം മീതെ നീ തന്നെ ആയിരിക്കും ജനനായകൻ. നീ മതിയാക്കരുത്, നീ ഉപേക്ഷിക്കരുത്, നീ വിട്ടുകളയരുത് എന്ന് ദൈവം അവരോട് പറഞ്ഞു. By asking me to kill you, you are trying to resign from your job. The job I gave you, you are trying to give up, but your resignation is not accepted. You should not give up. I will give you 70 more people, and you should still do what I have called you to do without giving up. ദൈവം മോശയോട് പറയുകയാണ്, ഞാനാണ് നിന്നെ ജനത്തിന്റെ നായകനാക്കിയത്. എന്നാൽ നീ ഇപ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ എന്റെ പക്കൽ തരികയാണ്. അത് അംഗീകരിക്കുവാൻ എനിക്ക് മനസ്സില്ല. ഞാൻ നിനക്ക് 70 പേരെ കൂടെ സഹായത്തിനായി തരുകയാണ്. നീ മതിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോശേ, നീ വിട്ടുകളയരുത് എന്ന് ദൈവം അവനോട് പറയുകയാണ്. Don't give up. God's people, we have many stories in the Bible. They were told not to give up, and they kept going. ഞാൻ പറയട്ടെ, ബൈബിളിൽ നിന്ന് ഇങ്ങനെ എണ്ണി ആത്മീക യാത്രയിൽ സകലവും മതിയാക്കുവാൻ തീരുമാനിച്ച ഒരുപാട് ആത്മീക നേതാക്കന്മാരെ എനിക്ക് ചൂണ്ടിക്കാണിപ്പാൻ കഴിയും. അവരുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് അവരോട് പറഞ്ഞത്, വിട്ടുകളയരുത്, പിന്മാറരുത്, മതിയെന്ന് നീ പറയരുത്, മുൻപോട്ട് പോവുക എന്നാണ് ദൈവം അവർക്ക് നൽകിയ സന്ദേശം. So we should not give up. അതുകൊണ്ട് ഞാനും നിങ്ങളും മതിയാക്കി പുറകോട്ട് പോകാൻ ഇടയാകരുത്. What are the areas we should not give up? What are the areas? ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഞാനും നിങ്ങളും മതിയാക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു? First of all, we should not give up in the habit of prayer. ഒന്നാമതായി പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനാ സ്വഭാവം നാം മതിയാക്കരുത്. The Bible says in Colossians chapter 4 and verse 2. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. Always maintain the habit of prayer. Be both alert and thankful as you pray. The Bible says in one particular version, maintain the habit of prayer. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥനയുടെ സ്വഭാവം നീ നിലനിർത്തുക. Now this is particularly true of fasting prayer. അത് ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചാണ് പ്രത്യേകം പറയുന്നത്. Only when you want to fast and pray, then all the acids inside your stomach get into overaction.
inside your stomach. Only when you decide to fast and pray, they act very fast. ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ നാം തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ഉദരത്തിലെ അമ്ലമുണ്ടല്ലോ, ആസിഡ്, അതൊക്കെ ഭക്ഷിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായി പ്രവർത്തിക്കുന്ന. ഉപവസിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ഈ ആസിഡിന്റെ പ്രവർത്തനമൊക്കെ ശക്തിപ്പെടാൻ തുടങ്ങും. Not even half an hour you are starting your fast. Even half an hour is over. Still you want to go to the fridge and open the fridge and see what is inside. ഉപവസിക്കാൻ തീരുമാനിച്ചു, ഉപവാസം പ്രഖ്യാപിച്ചു, അരമണിക്കൂറേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഉദരത്തിലെ അമ്ലം അല്ലെങ്കിൽ ആസിഡ് അതിന്റെ പ്രവർത്തനം ദ്രുതഗതിയിലായി പെട്ടെന്ന് പോയി. നാം ഫ്രിഡ്ജ് തുറന്നിട്ട് അതിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് കഴിച്ചില്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് തൃപ്തി അടയാൻ ശ്രമിക്കുക. And through the window of your house comes the smell of biryani that your neighbor is preparing. അപ്പോൾ ഉപവസിക്കാൻ തീരുമാനിച്ച ആ വ്യക്തിയുടെ ഉദരത്തിലെ അമ്ലത്തിന്റെ തീവ്രമായ പ്രവർത്തന നിമിത്തം ശ്രദ്ധിക്കണം, അയൽപക്കക്കാരുണ്ടാക്കുന്ന ബിരിയാണിയുടെ മണം ഇവന്റെ ഗ്രന്ഥികളിലൂടെ അങ്ങ് അകത്തേക്ക് കടക്കുക, പള്ളയിലേക്ക് പ്രവേശിക്കുക. That smell is preaching a message to you. The message is give up, don't fast, take food, eat now, you can do it later. But God's word says don't give up. നല്ല കറിയൊക്കെ വറവിടുന്നതിന്റെ മണം ആളുകൾക്ക് പിടിച്ചിട്ട് അത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഉപവാസം ഇവിടെ വെച്ച് അങ്ങ് നിർത്തിക്കള, എന്തിനാ ഇത്ര നല്ല ഭക്ഷണം ഒഴിവാക്കുന്നത്? Secondly, what areas you should not give up? രണ്ടാമതായി, ഏതൊരു മണ്ഡലത്തിലാണ് നാം മതിയാക്കരുത് എന്ന് ദൈവം You ആഗ്രഹിക്കുന്നു? should not give up when it comes to fellowship. കൂട്ടായ്മ നാം ഉപേക്ഷയായി വിചാരിക്കരുത്. The Bible says in Hebrews chapter 10, എബ്രായ ലേഖനം 10-ാം അധ്യായം verse 25, do not give up meeting each other as some are in the habit of doing, but encourage one another all the more as you see the days approaching. എബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാം വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. കർത്താവിന്റെ നാൾ സമീപിക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം, തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം. Do not give up the habit of meeting together. ദൈവജനം ഒരുമിച്ചുള്ള സംസർഗം, കൂട്ടായ്മ, ആരാധന മതിയാക്കരുത്, മുടക്കരുത്, ഉപേക്ഷിക്കരുത്. You know, something is speaking within you. It's a voice of the devil. The devil says, പിശാച് പറയും, why do you go to the church? You will meet that brother you cannot get along. You will meet that sister you cannot get along. Instead of seeing his face, you can sit at home and watch TV. You know, watch the messages to the TV. പിശാച് പറയും, എന്തിനാ സഹോദര നീ പള്ളി പോകുന്നത്? നിനക്ക് ഇഷ്ടമില്ലാത്ത ആ വ്യക്തി പള്ളി വരികയല്ലേ, അവന്റെ മുഖം എന്തിനാ നീ കാണുന്നത്, ആ പഠിച്ച മുഖം? സഹോദരിമാരോട് പറയും, എന്തിനാ സഹോദരി നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? നിനക്ക് ഇഷ്ടമില്ലാത്ത ആ വ്യക്തി ആ പള്ളി വരില്ലേ, പ്രാർത്ഥനയ്ക്ക് വരില്ലേ, ആ മുഖം എന്തിനാ കാണുന്നത്? വെറുതെ വീട്ടിലിരുന്ന് സമയം ടിവിയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നതല്ലേ അതിലും നല്ലത്. But God says, do not give up meeting together. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നൽകുന്ന ആഹ്വാനം, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. You cannot have fellowship with your TV. You cannot hug your TV. You cannot talk to the TV. You cannot talk to the preacher through the TV. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ടെലിവിഷനുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല. ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന പ്രസംഗകനുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല. But the joy that you have in coming to the local church and meeting with believers and exchanging your hellos and sharing your prayer requests, nothing on this earth can ever replace that. ദൈവജനം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനാലയത്തിലേക്ക് വന്ന വിശുദ്ധന്മാരുമായി ഒരുമിച്ച് കൂടി പ്രാർത്ഥനാ വിഷയങ്ങൾ കൈമാറി ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നിർത്തുവാൻ ഉലകത്തിൽ ഒന്നിനും സാധ്യമല്ല. Don't give up, the Bible says in fellowship. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നു, സഹോദര സഹോദരി, കൂട്ടായ്മ, ആരാധന നീ ഉപേക്ഷയായി വിചാരിക്കരുത്. Thirdly, don't give up in your battle to live holy. വിശുദ്ധ ജീവിതം
chapter 78. 78-ാം സങ്കീർത്തനത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. Verse 9. Verse 9. 78-ാം സങ്കീർത്തനം. Ephraim fights armed with a bow, turned back on the day of battle. 78-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. On the day of battle they turned back. യുദ്ധം മുറുകി വന്നപ്പോൾ ആയുധം ധരിച്ച വില്ലാളി വീരന്മാരായ എഫ്രൈമ്യർ അവർ മതിയെന്ന് പറഞ്ഞു പിന്തിരിഞ്ഞു പോയി. They said enough is enough and they turned back on the day of battle. യുദ്ധം കഠിനമായപ്പോൾ യുദ്ധത്തിൽ മുന്നണിയിൽ നിന്ന് പൊരുതേണ്ടവർ മതിയെന്ന് പറഞ്ഞ് അവർ മറുവഴിയായി പിന്തിരിഞ്ഞു പോയി. You are in a battle. ഞാനും നിങ്ങളും ഒരു യുദ്ധക്കളത്തിലാണ് എന്നത് പകൽ നാം മറന്നു പോകരുത്. The devil is a roaring lion who tried to swallow you up in this battle. ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് കഴിയുമെങ്കിൽ തന്റെ വ്രതന്മാരെയും തെറ്റിക്കേണ്ടതിന് അലറുന്ന സിംഹം എന്നതുപോലെ നമ്മുടെ ശത്രുവായ സാത്താൻ നമുക്കെതിരെ നിലകൊള്ളുകയാണ്. If you compromise with the world will love you. But if you live for Christ, the world will see you as an enemy. The world is your enemy. ഈ ലോകം നമ്മുടെ ശത്രുവാണ്. ലോകത്തോട് നാം അനുരൂപരാകരുത്. ലോകം നമുക്കെതിരാണ്. ലോകത്തോട് നമുക്ക് യുദ്ധമുണ്ട്. And you have a battle with your own flesh, the sinful flesh within you. It tells you, watch that website. It tells you, listen to that song. It tells you, lose your temper. The flesh inside, it is waging war against you. ലോകം ജഡം നമ്മുടെ ജഡവും നമ്മുടെ നമ്മുമായിട്ട് ശത്രുതയിലാണ്, യുദ്ധത്തിലാണ്. ജഡം നമ്മോട് പറയും ആ വെബ്സൈറ്റ് നീ നോക്കുക. ജഡം നമ്മോട് പറയും നമ്മുടെ കോപത്തെ ഇളക്കിവിടും. ഇന്ന് പകൽക്കാലം നാം അറിഞ്ഞിരിക്കണം, ജഡവും നാമും തമ്മിൽ ശത്രുതയിലാണ്, യുദ്ധത്തിലാണ്. You are in the day of battle. ആ യുദ്ധത്തിൽ നിന്ന് ഞാനും നിങ്ങളും പിന്മാറരുത്. The battle against Satan, the battle against flesh, the battle against the world. Do not give up. Do not turn tail and go back. ലോകവുമായിട്ട് ഞാനും നിങ്ങളും യുദ്ധത്തില, പിശാചുമായിട്ട് നാം യുദ്ധത്തില, ജഡവുമായിട്ട് ജഡത്തിന്റെ ഇച്ഛകളുമായി നാം യുദ്ധത്തില. ഇന്ന് പകൽ നാം കേൾക്കുവാനുള്ള ദൈവശബ്ദം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, പിന്മാറരുത്, മതിയാക്കരുത്, പിന്തിരിയരുത് എന്ന ദൈവാലോചന ദൈവം അറിയിക്കുകയാണ്. Keep going forward. Don't give up. Don't give up. Don't give up. പിന്മാറരുത്, മുൻപോട്ട് പോവുക. Fourth area where we should not give up. നാം മതിയാക്കരുത്, പിന്മാറരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന 4-ാമത്തെ മണ്ഡലം. When it comes to doing good. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു The പോകരുത്. Bible says in Galatians chapter 6 and verse 9. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. Let us not grow weary of doing good, for in due season we will reap if we do not give up. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. You say, as a daughter-in-law, you say, I'm trying to be good to my mother-in-law, but she finds fault in everything I do. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, എന്റെ അമ്മാവിമ്മയായിട്ട് നന്നായി പോകണമെന്ന എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്താലും ഏതിലും അവരൊരു കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രകൃതക്കാരിയ അമ്മാവിമ്മയാണ്, ലീലാന്റിയല്ല. God's word says, ദൈവത്തിന്റെ വചനം പറയുന്നു, do not give up doing good. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത്. അമ്മാവിയമ്മ ദോഷം ഉണ്ടെങ്കിൽ പോലും Keep doing good to your mother-in-law. അമ്മാവിയമ്മയ്ക്കും നന്മ ചെയ്യുന്നതിൽ നീ മടുത്തു പോകരുത്. In your place of work, your boss, no matter how well you perform, he's always focusing on your negative points. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങൾ എത്ര കാര്യങ്ങൾ നന്നായി ചെയ്താലും അദ്ദേഹം എന്തെങ്കിലും പിടിപ്പുകേട് കാണാൻ നോക്കിയിരിക്കുന്ന മേലുദ്യോഗസ്ഥനാണെങ്കിൽ Don't give up. Keep on doing good in the company God has placed you in. ഞാൻ പറയട്ടെ, ആ മേലുദ്യോഗസ്ഥന്റെ മനോഭാവം വിപരീതമാണെങ്കിലും നീ നന്മ ചെയ്യുന്നതിൽ
ministry. കർത്താവിന്റെ വേല ചെയ്യുന്നതിലും ആരും തളർന്നു പോകരുത്, മടുത്തു പോകരുത്. Look at 2 Corinthians chapter 4. 2 Corinthians chapter 4. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം verse 1. അതിന്റെ 1-ാം വാക്യം. Therefore, since God in His mercy has given us this wonderful ministry, we never give up. അവിടെ വായിക്കുന്നത് 2 കൊരിന്ത്യർ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അവിടെ പറയുന്നത് ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്നുള്ളതിന് പകരം ഞങ്ങൾ മതിയാക്കാതെ, മതിയെന്ന് വെക്കാതെ. Verse 13 of the same chapter says, we continue to preach. We don't give up. We continue to preach. ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ തുടരുകയത്രേ എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. So you share the gospel. സുവിശേഷം പ്രസംഗിക്കുക. So you share the gospel with the person. You share the gospel with the person. നിങ്ങൾ സുവിശേഷം ഒരു വ്യക്തിയുമായി പങ്കുവെക്കുമ്പോൾ That person does not accept the message. നിങ്ങൾ പറയുന്ന സുവിശേഷ സന്ദേശം ആ വ്യക്തി ഉൾക്കൊള്ളുന്നില്ല. An area where a lot of friends of the Islamic faith are there, and it is very hard to evangelize them. ഈ മുസ്ലിങ്ങളെ കൊണ്ട് നിറഞ്ഞ സ്ഥലത്ത് അവരെ സുവിശേഷീകരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരിക്കും. They have several blocks and they have several questions, and it's not easy. ഒത്തിരി തടസ്സങ്ങളുണ്ട്, അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അവരോട് സുവിശേഷം സന്ദേശം പങ്കുവെക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. God says, don't give up. ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം പറയുന്നത്, സുവിശേഷം പറയുന്നത് മതിയാക്കരുത്. It is not your job to convert them. It is your job to announce the good news to them. The Holy Spirit will convert them. You leave that job to the Holy Spirit. You keep announcing. ഏത് മനുഷ്യനെയും മാനസാന്തരത്തിലേക്ക് നടത്തുക എന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ചെയ്യേണ്ട പ്രവൃത്തിയ. എന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള പ്രവൃത്തി സുവിശേഷം മടുത്തു പോകാതെ, മതിയാക്കാതെ മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ളതാണ്. Sister, you came to Christ. You repented from your sin. You came to Christ. You started attending the local church, but your husband still drinks. Your husband still boozes. Your husband still continues the adulterous relationship. And you say, Lord, how long? And you feel, maybe I should give up. സഹോദരി, നീ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു, വിശ്വാസത്തിലേക്ക് വന്നു, നാളുകളായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭർത്താവ് ഇതുവരെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അയാൾ മദ്യപിക്കുന്ന വ്യക്തിയാകാം. ആ വ്യക്തി നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് മുൻപോട്ട് വരാത്ത വ്യക്തിയാകാം. ദൈവമേ, എത്രത്തോളം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എത്രത്തോളം ഞാൻ കാത്തിരിക്കും, മതി കർത്താവേ എന്ന് പറയുവാൻ നിനക്ക് ഇടവരരുത്. I'll tell you when you have given up on your husband. I'll tell you when you secretly think, and some wives are outspoken, when you secretly or even openly say, I wish you died, that's when you have given up on her. ചില സഹോദരിമാർ ഭർത്താക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പരസ്യമായും രഹസ്യമായും, അയാളൊന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. That's when you have given up. അങ്ങനെ നിങ്ങൾ പറയുന്ന പക്ഷം നിങ്ങൾ മതിയാക്കുന്ന മനോഭാവമുള്ളവരാ. But God's word says, in reflecting the gospel of Jesus Christ to that loved one in your family, through your life and live, do not give up. മാനസാന്തരപ്പെടാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയെ നിന്റെ സൗമ്യതയോടുകൂടെയുള്ള നല്ല നടപ്പ് കണ്ടറിഞ്ഞിട്ട് ഒരു ദിവസം നിന്റെ ഭർത്താവും നിന്റെ കർത്താവിനെ സേവിപ്പാൻ നിന്നോട് ചേർന്ന് വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. അതിന്റെ മധ്യ ഇടവഴിയിൽ നീ മതിയാക്കരുത്. I'm going to now close with reading one passage from the book of Jeremiah. യെരമ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. Look at Jeremiah 15th chapter യെരമ്യാ പ്രവചനം 15-ാം അധ്യായം and verse 10. അതിന്റെ 10-ാം വാക്യം. യെരമ്യാ പ്രവചനം 15-ാം അധ്യായം 10-ാം വാക്യം. എന്റെ Woe is me,
my mother, that you bore me, a man of strife and contention to the whole land. എന്റെ അമ്മയെ സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. So what is Jeremiah